ഒരു പൂവൻകോഴീനെ കേട്ടോ പരിചയപ്പെടുത്തുന്നത്. പൂവൻകോഴി അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ അപ്പോൾ ഒരു പൂവൻകോഴീനെ ഇപ്പോൾ എത്ര പരിചയപ്പെടുത്താൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു അത്ഭുതമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഞാൻ കോഴീനെ വളർത്തുന്ന ആൾ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ വീട്ടിലുള്ള കോഴിയല്ല കേട്ടോ, ഞങ്ങൾ ഒരു റിലേഷനിൽ പെട്ട ഒരാളുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഈ കോഴിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോഴിക്ക് 9 വയസ്സായിന്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ വിചാരിക്കുന്നത് 4 വയസ്സ് വരെയൊക്കെ കോഴികൾക്ക് ആയുസുള്ളൂ എന്നാട്ടോ. അപ്പം ഞാൻ ഒരു വയസ്സാകുമ്പോഴേക്കൊക്കെ വേഗം വിറ്റ് ഒഴിവാക്കും. ഇതിനെക്കുറിച്ച് അത്ര നമുക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഇവർ നല്ല സ്നേഹത്തിൽ ഇണക്കി വളർത്തിയിട്ടാണ് കേട്ടോ ഓരോ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഒരു വിളിക്കുമ്പോൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ പോവുകയാണ് ആ കാണുന്നത്. അപ്പോൾ ഒരു മെഷീൻ അടിക്കുന്നിടത്തേക്ക് റൂമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് ഒരു പോണതിൻ്റെ ബാക്കിൽ. അപ്പോൾ ഞാനൊക്കെ കോഴിനെ വളർത്തലുണ്ട്, പക്ഷെ അങ്ങനെ ഇണക്കിയിട്ടുള്ളൊരു പരിചയമില്ല. കോഴികൾ നമ്മൾ അങ്ങോട്ട് എന്ത് ചെല്ലുമ്പോൾ ചോറ് കൊടുക്കുമ്പോൾ ചോറ് തിന്നാന്നല്ലാതെ ഇങ്ങനത്തെ പരിചയമൊന്നും നമുക്കില്ല കേട്ടോ. പക്ഷെ നല്ല ഇഷ്ടമാണ് കോഴികളെയൊക്കെ. എന്നാലും ഇതിങ്ങനെ ഒരു വളർത്ത് ഇത്ര ഇണക്ക ആണതൊന്നും ഇത്ര വർഷത്തോളം കോഴി നിൽക്കുന്നതൊന്നൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പം അത് ഒരു മെഷീൻ അടിക്കുന്നിടത്ത് അവിടെ പോയി ഇരിക്കുകയാണ്. ഒരു താത്തൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കലവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓരുണ്ട് അവിടെ, അതിനോട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് ഇവരെ അടുത്തുനിന്ന് മാറി നിൽക്കലില്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് ആരെല്ലെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇടണേ. ഇത് എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും എല്ലാവർക്കും അത്ഭുതം തന്നെ ആയിരിക്കും ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കൊക്കെ. കോഴീനെ വളർത്തുന്നവർ എല്ലാവരും എങ്ങനെ വളർത്തരുതെന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻ്റ് ഇടണേ. അപ്പം കണ്ടില്ലേ നിങ്ങൾ അത് പോയി നിൽക്കുന്നത് എത്ര ചെറിയതായെന്ന് വളർത്തിയതാണെന്നറിയോ. അപ്പം അതിൻ്റെ സ്നേഹം കാണിക്കുന്നുണ്ടല്ലേ, അത് നോക്കണുണ്ടല്ലേ, അതിൻ്റെ നോട്ടം കണ്ടില്ലേ, എന്താല്ലേ രസം. അപ്പോൾ ഇതുപോലെ ഒന്ന് എനിക്കും വളർത്തി നോക്കണം. പക്ഷെ ഞാൻ വളർത്തിയാൽ ചിലപ്പോൾ എൻ്റെ വയറ്റിലൊന്നും പോലെ ഉണ്ടാവില്ല. ഇത് വേറെ ഒക്കെങ്കിലും ഓടലിക്കാരം.